ഹലോ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ചാനൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ OS പാണക്കാട്. സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ്? രാവിലെ ഞാൻ ലെവൽസ് ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ അവിടെ എന്താ പറയുക, പ്രോപ്പറായിട്ട് ഒരു സൈഡ് വേസിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോപ്പർ സൈഡ് വേസ് ആഫ്റ്റർനൂണിൽ ചെറിയ ട്രെൻഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആൻഡ് ഒരു പ്രോപ്പർ ഹാമർ ക്യാൻഡിലായിട്ട് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലായിട്ടും ആണെന്നുണ്ടെങ്കിലും ക്ലോസ് ചെയ്തിട്ടുണ്ടെന്നുള്ളതൊക്കെ റിയാലിറ്റിയാണ്. ബട്ട് പ്രോപ്പറായിട്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൈഡ് വേസ് മൊമെൻറ്റം തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റി ആണെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് നമ്മൾ ആ പറഞ്ഞ ലെവലിൽ നിന്നൊക്കെ ട്രേഡൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് അതിൻ്റെ മുമ്പ് തന്നെ ഞാനിങ്ങനെ ഒരു പോയിന്റ് അവിടെ പറഞ്ഞിട്ടുള്ളത് കൊണ്ട്, അതായത് ഇങ്ങനെ ഒരു സൈഡ് വേസിന് ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ക്രെഡിറ്റിലേക്കും കാര്യങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. മിക്കവാറും ആളുകൾ ട്രേഡ് ചെയ്തിട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ആൻഡ് താഴ്ത്തുനിന്നൊക്കെ പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവിടെ ഒരു ട്രേഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ട്രേഡോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ആൻഡ് കാരണം എന്താ വെച്ചാൽ ഞാൻ നിഫ്റ്റിയിൽ മാത്രമാണ് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആൻഡ് പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പം കഴിഞ്ഞ ആഴ്ചയൊക്കെയായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റുഡൻസും ഉണ്ട് കൂടെ. സോ അവർ വെറുതെ ഇരിക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി പഠിക്കണ്ടേ. മാർക്കറ്റിൽ ഈ സൈക്കോളജി എന്നുള്ള കാര്യത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് കൂടി പഠിക്കണമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചുമ്മാ അവിടെ ഇരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ആൻഡ് പിന്നെ ഒരു ചെറിയ സെല്ലുണ്ടായിരുന്നത് സ്റ്റോക്കിലായിരുന്നു. അത് എന്താ പറയുക, ഇന്നലെ ഉണ്ടാക്കിയ പ്രോഫിറ്റിൻ്റെ 0.1% പോലും റിസ്ക് ഇല്ലാത്ത ഒരു ട്രേഡായിരുന്നു. അങ്ങനെയുള്ളൊരു ട്രേഡ് മാത്രമാണ് നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തത്. അത് SL കിട്ടിയിട്ടുള്ള ട്രേഡ് കേട്ടോ. ആ SL ചെറിയൊരു SL, ചായ കുടിക്കുന്ന കാശ് അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കുന്ന കാശ്, അത്രയും SL വാങ്ങിച്ചിട്ട് മിണ്ടാണ്ട് അവിടെ മാറി എന്നുള്ളതാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഏറ്റവും ബെസ്റ്റ് ട്രേഡ് വന്നിട്ടുള്ളത് ഗോൾഡിൽ തന്നെയായിരുന്നു. ഗോൾഡിൽ സൂപ്പർ ബ്ലാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ട്രേഡ്, അതായത് സൂപ്പർ ബ്ലാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ലൊരു ട്രേഡ് അവിടെ ഉണ്ടായിരുന്നു. ആൻഡ് അത് എമൗണ്ട് വൈസിലല്ല പറയുന്നത് കേട്ടോ. നമ്മുടെ കാൽക്കുലേഷൻ അല്ലെങ്കിൽ നമ്മുടെ ഫോളോ ചെയ്യുന്ന സെറ്റപ്പ് പ്രോപ്പറായിട്ട് വർക്ക് ആകുമ്പം നമ്മുടെ ഇപ്പം എവിടെ ഗോൾഡൻ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്കൊക്കെ ക്ലിയർ ആയിട്ട് ആ ഒരു സെറ്റപ്പിൻ്റെ വീഡിയോ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ ഒരു ട്രേഡ് ക്യാച്ച് ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുകയാണ്. ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ നിന്ന് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ആ ഒരു ട്രേഡിനെ നിങ്ങൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ആൻഡ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്നലത്തെ കമൻറ്റ് ബോക്സിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് പറയുന്നു അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞു എന്നുള്ള മൈൻഡ് സെറ്റിലൊന്നും അല്ല ഞാനിത് പറയുന്നത്. സിമ്പിളായിട്ട് ഇത്രേ പറയുന്നുള്ളൂ, നിങ്ങളൊരു നെഗറ്റീവ് ആറ്റിറ്റ്യൂഡിൽ നിന്ന് മാറാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്രോഫിറ്റ് ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം വേറെ ആരും പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ളതല്ല. ടിപ്പിക്കൽ മല്ലു മൈൻഡ് സെറ്റിൽ നിന്ന് മാറുക. ഇപ്പം ഞാൻ ഇവിടെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ആ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ തന്നെ ആളുകൾ പറയുന്നുണ്ട്, ഓക്കെ ആശാൻ്റെ കൂടെ ഇരുന്ന് ട്രേഡ് എടുത്തു, അല്ലെങ്കിൽ ആശാൻ്റെ കൂടെ ഇരുന്ന് ക്ലാസ്സിന് ഫീസ് കൊടുത്ത പൈസ റിക്കവർ ചെയ്തു, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് എങ്ങനെയാണ് ഒരു ട്രേഡിൽ ഇരിക്കേണ്ടത് എന്ന് മനസ്സിലായി, അല്ലെങ്കിൽ ട്രേഡിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കേണ്ടത് മനസ്സിലായി എന്നുള്ളതൊക്കെ ആളുകൾ അവിടെ പറയുന്നുണ്ട്. അവരെ ആരെയും ഞാൻ കൂലിക്ക് നിർത്തിയേക്കുന്നതല്ല കമൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഞാൻ ആ റണ്ണവേ ഗ്യാപ്പിൽ ട്രേഡ് എടുത്തു എന്ന് പറയുന്നുണ്ടല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എത്ര ലോട്ടിലെടുത്തു, എത്ര പ്രോഫിറ്റ് നിങ്ങൾ ഉണ്ടാക്കി, എവിടെ എൻട്രി എടുത്തു, ഇതൊന്നും ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ പിന്നെ ഈ തള്ളൊക്കെ വിശ്വസിക്കണം. നിങ്ങൾ വിശ്വസിക്കണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾ യൂട്യൂബിൽ റണ്ണവേ ഗ്യാപ്പ് എന്നുള്ള സ്ട്രാറ്റജി നിങ്ങൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന റിയാലിറ്റി ഉണ്ട്. ഐ ആം ദ ഫസ്റ്റ് പേഴ്സൺ, ഞാനായിരിക്കും ആദ്യമായിട്ട് റണ്ണവേ ഗ്യാപ്പിൻ്റെ ഒരു സ്ട്രാറ്റജി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടാവുക. ഇഫ് ഐ ആം നോട്ട് റോങ്. ഞാൻ അത്ര ഭയങ്കരമായിട്ടുള്ള റിസർച്ചോ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. സോ ഈ ഒരു സെറ്റപ്പിന് ഞാൻ ഒരുപാട് കാലങ്ങൾക്ക് മുമ്പേ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നിങ്ങൾ ഒരുപാട് ആളുകൾക്ക് ആ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നിങ്ങൾ ഒരുപാട് ആളുകൾ ട്രേഡ് എടുക്കുന്നുണ്ട്. എസ്പെഷ്യലി എൻ്റെ AOT ഫാമിലി ഗ്രൂപ്പിലെ ഒരുപാട് ആളുകൾ അത് ട്രേഡ് ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവർ മിസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള റിയാലിറ്റിയാണ്. ഞാൻ ചോദിച്ചപ്പം ഇല്ല, എവിടെയാണ് റണ്ണവേ ഗ്യാപ്പ് എന്നുള്ള രീതിയിലാണ് ചോദിച്ചത്. സോ ഈ വീഡിയോ അടക്കം ആൻഡ് അതുപോലെ തന്നെ പല വീഡിയോസിൽ അല്ലെങ്കിൽ ഇതിന് മുമ്പ് ടെലഗ്രാം ചാനലിൽ തന്നെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ല. റണ്ണവേ ഗ്യാപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ ഫൈൻഡ് ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് പറഞ്ഞു തരാറുണ്ട്. ഓക്കെ റണ്ണവേ ഗ്യാപ്പ് ഉണ്ട്, റണ്ണവേ ഗ്യാപ്പിനെ വാച്ച് ചെയ്യുക. അല്ലെങ്കിൽ നമ്മുടെ മാർക്കറ്റ് അനാലിസിൻ്റെ വീഡിയോയിൽ എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് റണ്ണവേ ഗ്യാപ്പിനെ കുറിച്ച്. ഓക്കെ ഇവിടെ റണ്ണവേ ഗ്യാപ്പ് പെൻഡിങ് ഉണ്ട്, ഇങ്ങോട്ടേക്ക് മാർക്കറ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഇതൊക്കെ പറയുന്നുണ്ട്. പ്ലസ് എൻ്റെ കൂടെ എൻ്റെ സ്റ്റുഡൻസ് ഇരുന്നിട്ട് ട്രേഡ് എടുക്കുന്നുണ്ട്. ഈ ഒരു സെറ്റപ്പിന് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന സെയിം സെറ്റപ്പിനെ ട്രേഡ് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ഞാൻ. എന്നിട്ട് വന്നിട്ട് അതിന് പ്രൂഫ് എന്താ, ഞാൻ ആധാർ കാർഡും അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ IT റിട്ടേൺസൊക്കെ അയക്കുന്നതൊക്കെ ആയിട്ട് അടക്കുന്നതൊക്കെ ആയിട്ട് ഞാൻ നിങ്ങളുടെ എല്ലായിടത്തും വീട്ടിലേക്ക് വരാം. പോട്ടെ, ആ ഭാഗത്തേക്കൊന്നും നമ്മൾ പോകുന്നില്ല. സോ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ, ഈ ഒരു നെഗറ്റീവ് മൈൻഡ് സെറ്റിൽ നിന്ന് മാറി നിൽക്കുക. മറ്റവൻ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, എനിക്ക് എന്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. അല്ലാണ്ട് ഞാൻ ലോസ് ഉണ്ടാക്കുന്ന ദിവസം എല്ലാവരും ലോസ് ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഹാപ്പി ആയിട്ടിരിക്കും. അതായത് ടിപ്പിക്കൽ മല്ലു മൈൻഡ് സെറ്റ് ഉണ്ടല്ലോ, കറണ്ട് പോയി അപ്പുറത്തെ വീട്ടിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അവിടെയില്ല, ഞാൻ ഹാപ്പിയാണെന്ന് പറയണേ. ആ ഒരു മൈൻഡ് സെറ്റിൽ നിന്ന് മാറിയിട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ XYZ ആളുകൾ ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഷുവർ ഷോട്ട് അറിയുന്ന കാര്യമല്ലേ, ട്രേഡിങ് ഒരു സീറോ സം ഗെയിമാണ്.
നിങ്ങളൊരാൾ ലോസ് ഉണ്ടാക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് വേറൊരാളുടെ പ്രോഫിറ്റാണ്. സിമ്പിളായിട്ട് അത്രയല്ലേ ഉള്ളൂ. മാർക്കറ്റിൽ പിന്നെ ഒരു പൂളിലേക്ക് മാറ്റപ്പെടുമെന്നല്ലല്ലോ ഈ പൈസ. നിങ്ങളുടെ ലോസ് എന്ന് പറയുന്നത് വേറൊരു പൂളിലേക്ക് മാറ്റപ്പെടുമോ അങ്ങനെയൊന്നുമല്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ലോസ് വേറൊരാളുടെ പ്രോഫിറ്റാണ്. സോ അയാൾ ഈ പ്രോഫിറ്റ് ഉണ്ടാക്കുമ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ലോസ് ഉണ്ടാക്കാനായിട്ടുള്ള കാരണം, നിങ്ങളുടെ സൈക്കോളജി പ്രോപ്പർ ആയിട്ടാവാഞ്ഞിട്ടാണോ, നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് പ്രോപ്പർ ആവാഞ്ഞിട്ടാണോ, നിങ്ങളുടെ എൻട്രി മെത്തേഡ് പ്രോപ്പർ ആവാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ ഓവർ ട്രേഡ് വന്നിട്ടാണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളോട് ചോദിക്കുക. അല്ലാണ്ട് ഞാൻ ലോസ് ഉണ്ടാക്കി ഈ ലോകത്തുള്ള എല്ലാവരും ലോസ് ഉണ്ടാക്കണം എന്നൊക്കെ പറയുന്നത് എന്ത് മോശം കാഴ്ചപ്പാടല്ലേ. നെഗറ്റീവ് പറഞ്ഞതുകൊണ്ട് പറഞ്ഞ കാര്യമില്ല. എഗെയിൻ ആൻഡ് എഗെയിൻ ഞാൻ ആ വക കാര്യങ്ങളിലൊന്നും അധികമൊന്നും മൈൻഡ് ചെയ്യാത്തൊരു മനുഷ്യനുമാണ്. ബട്ട് എന്താ പറയുക, എന്തെങ്കിലുമൊക്കെ ആവട്ടെ, അത് വിട്ടേക്കാം നമുക്ക്. ആൻഡ് അഗെയിൻ മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് നാളെ ഇപ്പോൾ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ഞാൻ ഓപ്ഷൻ ചെയിനിൽ ക്ലിയർ ആയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുകയുണ്ടായി. ഒരു ഹാമർ ക്യാരലോ കാര്യങ്ങളോ കാണിച്ചിട്ടുണ്ടെങ്കിൽ പോലും നിഫ്റ്റി ഇന്നലെ ഞാൻ ലെവൽസ് പറഞ്ഞത് 23,000 എന്നുള്ളത് 33 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭാഗ്യമൊക്കെ അത് കമൻറ്റായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് കിളി പോയി എന്നുള്ളത്. ബട്ട് എൻ്റെ ലെവൽസ് എനിക്ക് തോന്നുന്നു തുടക്കം മുതലേ ഈ ലെവൽസ് പറയുമ്പോൾ ചെറിയ മിസ്റ്റേക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ. അത് നിങ്ങൾ ഒരുപാട് എക്സ്ക്യൂസ് ചെയ്യുന്നുണ്ട്. ബട്ട് എക്സ്ക്യൂസ് ചെയ്ത് വിട്ടുതരാം, അതൊന്നും എന്താ പറയുക, ഒരു ഫ്ലോയിൽ അങ്ങനെ വന്നു പോകുന്നതാണ്. സോ പറഞ്ഞു വന്ന കേസ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,000 പ്രോപ്പറായിട്ടൊരു ബേസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 23,200 ആയിട്ട് ഓപ്ഷൻ ചെയിനിൽ നല്ല ബിൽഡപ്പ് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇഫ് മാർക്കറ്റിൽ സ്ലൈറ്റ്ലി ഗ്യാപ് ഡൗൺ ആയിട്ട് അതിൻ്റെ ഇൻ ബിറ്റ്വീനിലൊക്കെ ഓപ്പൺ ആവുകയാണെന്നുണ്ടെങ്കിൽ നാളത്തെ കാര്യത്തിൽ വലിയൊരു രസമൊന്നും ഉണ്ടാവില്ല. ആൻഡ് ചെറിയ ഗ്യാപ്പ് ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അപ്പോ സൈഡിലേക്കുള്ള മൂവ്, ഷോർട്ട് കവറിംഗ് മൂവ് അവിടെ ഉണ്ടാവാനുള്ള ചാൻസ് അവിടെ ഉണ്ട് എന്നാണ് എൻ്റെ റീഡിങ്ങിൽ എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചാർട്ടിൽ പോയിട്ട് വാച്ച് ചെയ്യാം. എങ്ങനെയാണ് നമ്മുടെ ട്രേഡ് പ്ലാനുകൾ ഉണ്ടാവേണ്ടത്, ചാർട്ട് പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. വീഡിയോയിലേക്ക് പോകാം നമുക്ക്. ഓക്കെ, ഞാനിപ്പോൾ ഉള്ളത് നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിലാണ്. നിഫ്റ്റി ബാങ്കിൻ്റെ ചാർട്ടിൽ നമ്മൾ പിന്നെ ഇന്നലെ പറഞ്ഞിട്ടുള്ള ലെവൽ ഇതായിരുന്നു. ബട്ട് ഇന്ന് പറഞ്ഞിട്ടുള്ള ലെവൽ ഈ ഒരു പോയിന്റിലായിരുന്നു. അതിന് താഴെയായിട്ട് ചെറിയ ട്രേഡ് വന്നിട്ടുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രോപ്പർ ട്രെൻഡോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഞാൻ അതുകൊണ്ട് അത്ര അഗ്രസീവ് ആയിട്ടില്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചുമ്മാ ഇരിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണമല്ലോ, അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഭയങ്കര അഗ്രസീവ് ആയിട്ടില്ല. പിന്നെ ഇവിടെ വരുമ്പം ഒരു 2:30 ശേഷം അല്ലെങ്കിൽ 2 മണിയോടൊക്കെ അടുപ്പിച്ചാണ് ഈ ഒരു ട്രെൻഡ് വരുന്നത്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഇത് ആ ഒരു റേഞ്ചിലേക്ക് തന്നെ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അത്ര അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടില്ല. പിന്നെ ഏറ്റവും ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ച് അത്യാവശ്യം മോശമില്ലാത്തൊരു പ്രോഫിറ്റ് ഉണ്ടായി കഴിഞ്ഞാൽ, ഒരു വീക്ക് സ്റ്റാർട്ടിങ്ങിലൊക്കെ പ്രോഫിറ്റ് ആയി കഴിഞ്ഞാൽ ആ ഒരു പ്രോഫിറ്റിനെ വീട്ടിൽ കൊണ്ടുപോകാന്നുള്ള രീതിയിലൊക്കെയാണ് പരിപാടികൾ ഉണ്ടാവാറുള്ളത്. ആൻഡ് എസ്പെഷ്യലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് രാവിലെ തന്നെ ഗോൾഡ് സെറ്റപ്പിൽ നല്ല ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലൊരു പ്രോഫിറ്റിലാണ് നിൽക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ ഞാൻ ഓവർ അഗ്രസീവായിട്ട് ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ആൻഡ് ഇവിടെ ഇന്നലെ സെല്ലിംഗ് മാർക്കറ്റിലേക്ക് വന്നിട്ടുള്ള ഒരു പിന്നെ മാർക്കറ്റിൽ ഇന്നലത്തെ കേസാണ് ഞാൻ പറയുന്നത്. ഇത്രയും ഡീപ്പ് സെല്ലിംഗ് വന്നിട്ടുള്ള ഒരു മാർക്കറ്റിൽ ബൈങ്ങിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ അത്ര ഭയങ്കര കോൺഫിഡൻ്റ് ആയില്ല. അപ്പോൾ ഇന്നലെ എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ എനിക്ക് പ്രോപ്പർ ആയിട്ടുള്ള എൻട്രിക്കുള്ള സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഞാൻ സ്റ്റുഡൻസിനോട് ഈച്ച് ആൻഡ് എവറി മൊമെൻറ്റ് അവരടുത്ത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കേണ്ടത് ഇന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട്, ഇവിടെ ടാർഗറ്റ് പെൻഡിങ് ഉണ്ട്, അതുകൊണ്ട് നമുക്ക് ഇവിടുന്ന് എടുക്കാമെന്നുള്ളത്. അങ്ങനത്തെ ഒരു കാര്യമൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അത്ര ഭയങ്കര അഗ്രസീവായിട്ട് പ്ലാൻ ചെയ്തിട്ടുമില്ല എന്നുള്ളതാണ് റിയാലിറ്റി. ആൻഡ് അഗെയിൻ നമ്മൾ പിന്നെ ടോട്ടൽ ഡിസ്കഷനിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം നമുക്ക് നിഫ്റ്റിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി നാളെ നമ്മുടെ എക്സ്പയറി ആണല്ലേ. നിഫ്റ്റി എക്സ്പയറി ആയതുകൊണ്ട് തന്നെ ക്ലിയർ ആയിട്ട് നമുക്ക് ഓപ്ഷൻ ചെയിൻ ഞാനവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഓപ്ഷൻ ചെയിനിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള റൈറ്റിംഗ് നമുക്ക് രണ്ട് സൈഡിലും കാണാൻ വരുന്നുണ്ട്. സോ നാളത്തേക്ക് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നത്തിങ് ബട്ട് 2300 എന്നുള്ള ലെവലായിരിക്കും. ഈ ഒരു 2300 മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ചെയ്തു എന്നുള്ളതാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. താഴത്തേക്ക് ബ്രേക്ക് ചെയ്താലും അത്ര ഹെവി താഴത്തേക്കുള്ള മൊമെൻറ്റത്തിനെ ഞാൻ പ്ലാൻ ചെയ്യുന്നില്ല കേട്ടോ. താഴത്തേക്കുള്ള ലെവലായിട്ടല്ല ഞാൻ അതിനെ വാച്ച് ചെയ്തിട്ടുള്ളത്. ഇഫ് മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, കുറച്ച് സമയം നിന്ന് ട്രേഡ് ചെയ്തിട്ട് 23,200 എന്നുള്ള ലെവലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 2300 ആൻഡ് അതിനുശേഷം 23,400 എന്നുള്ള ലെവൽ വരെയുള്ള മൊമെൻറ്റം നമുക്ക് കാണാൻ പറ്റും. കാരണം നല്ല രീതിയിലുള്ള ഷോർട്ട് കവറിങ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത്രയും നല്ല ഡീപ്പ് കറക്ഷൻ ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ സ്റ്റിൽ അവിടെ സെല്ലേഴ്സ് ഉണ്ടാവും. സോ നല്ല രീതിയിലൊരു ഷോർട്ട് കവറിങ് അവിടെ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇഫ് മാർക്കറ്റ് ഈ ഒരു ലെവലിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഭയങ്കര അഗ്രസീവ് ആയിരിക്കില്ല. കാരണം ഈ ഒരു ബേസ് ഓൾമോസ്റ്റ് 23,000 എന്നുള്ള ബേസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രീമിയം ഡി കെ സോണായിട്ട് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. സോ താഴത്തേക്കുള്ള ലെവൽ എന്ന് പറയുന്നത് ഞാൻ വാച്ച് ചെയ്യുന്നത് പിന്നെ എന്താ പറയുക, ഒരു ബ്രേക്ക്ഔട്ട് ലെവലായിട്ടല്ല, ഒരു പ്രീമിയം ഡി കെ ലെവലായിട്ടാണ്. മുകളിലേക്കുള്ള ലെവലാണ് ഞാൻ ഒരു ബ്രേക്ക്ഔട്ട് ലെവലായിട്ട് വാച്ച് ചെയ്യുന്നത്. അതും ഇനീഷ്യൽ ബ്രേക്ക്ഔട്ട് അല്ലാണ്ട് നിന്ന് ട്രേഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു മൊമെൻറ്റം നമുക്ക് അവിടെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇനി ചാൻസ് എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ടെലഗ്രാം ചാനൽ ഞാൻ അറിയിക്കുന്നതായിരിക്കും. സോ അവിടെ പിന്നെ ആക്റ്റീവായിട്ട് ഇരുന്നാൽ മതി.
ഇഫ് മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പ് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഈ താഴത്തേക്ക് റേഞ്ചിലേക്ക് വന്നിട്ട് ഇവിടെ നിന്ന് ട്രേഡ് പിന്നെയും ചെയ്തതിനും ശേഷം മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്റ്റിൽ അവിടെ മൊമെൻറ്റം ഉണ്ടാവും. ബട്ട് ആ റേഞ്ച് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ എഗെയിൻ സെയിം സ്റ്റോറിയാണ് ഞാൻ വാച്ച് ചെയ്യുന്നത്. അതൊരു സീരിയസ് മൊമെൻറ്റത്തിലേക്ക് തന്നെ മാറും. ബട്ട് ഇൻ എനി ചാൻസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിലൊക്കെയാണ് നിന്ന് ഓപ്പൺ ആവുന്നതെന്ന് വെക്കുക. ഇവിടെ നിന്ന് ട്രേഡ് ചെയ്തതിന് ശേഷം ഒരു ആഫ്റ്റർനൂൺ സെഷനിലൊക്കെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 23,000 എന്നുള്ള ലെവലിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആഫ്റ്റർനൂൺ സെഷനിൽ ഗ്യാപ് ഡൗൺ ഉണ്ടായിട്ട് ആഫ്റ്റർനൂൺ സെഷനിൽ താഴത്തേക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷാർപ്പായിട്ടുള്ള ഒരു മൊമെൻറ്റം നമുക്ക് താഴത്തേക്ക് കാണാനുള്ള ചാൻസ് ഉണ്ട്. സോ ആ ഒരു പോയിന്റ് നമുക്ക് മനസ്സിലാക്കി വെക്കാവുന്നതാണ്. നല്ല ട്രേഡുകൾ അവിടെ വരാനുള്ള സാധ്യതയുണ്ട്. ആൻഡ് ഇൻ നിഫ്റ്റി ബാങ്ക് നല്ല രീതിയിലുള്ള നിഫ്റ്റിയിലും കാണാൻ പറ്റിയിട്ടുണ്ട്. ബട്ട് നിഫ്റ്റി ബാങ്കിലാണ് ഒന്നുകൂടി എവിഡൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റിയത്. കാരണം അത്രയും നല്ല ഡൗൺ ട്രെൻഡ് ഉണ്ട്. അതിന് ഷാർപ്പ് റിവേഴ്സലും കൂടി ആയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ആൻഡ് ഇപ്പം ആസ് ഓഫ് നോ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ലെവലാണ് 48,500 എന്നുള്ള പോയിന്റാണ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത്. ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 48,750 എന്നുള്ള ലെവലും കൂടിയായിരിക്കും. സോ ഈ രണ്ട് ലെവൽ 750 ആക്കട്ടെ, നമുക്ക് 800 വാച്ച് ചെയ്യാം. 48,800 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. സോ മാർക്കറ്റ് നാളെ ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിലായിട്ട് ഓപ്പൺ ചെയ്ത് കുറച്ച് സമയം നിന്നിട്ട് ഈ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 49,000 എന്നുള്ള ലെവലിലേക്കും അല്ലെങ്കിൽ 49,50 എന്നുള്ള ലെവലിലേക്കൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിലേക്കൊക്കെ 49,50 അല്ല 49,100 അവിടെ നിന്നാണ് ഷാർപ്പായിട്ടുള്ള ഡ്രോപ്പ് വന്നിട്ടുള്ളത്. ആ ഒരു ലെവലിലേക്കൊക്കെയുള്ള മൊമെൻറ്റ് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. ആ ഒരു ലെവലിൻ്റെ മുകളിൽ പ്രോപ്പറായിട്ട് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ പിന്നെ കളി മാറും. കാരണം സെല്ലേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ടൊന്ന് പോകുന്നതായിട്ട് ഇൻട്രാഡേയിൽ പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മൊമെൻറ്റം അവിടെ പെൻഡിങ് ഉണ്ട്. ആ ഒരു നല്ലൊരു എന്താ പറയുക മൊമെൻറ്റം അവിടെ കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. ആൻഡ് ഇഫ് മാർക്കറ്റ് ഈ റേഞ്ചിൽ നിന്ന് ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 48,100 ആൻഡ് അതിനുശേഷം 48,000 അല്ലെങ്കിൽ 47,950 എന്നുള്ള ലെവലിലേക്കൊക്കെ മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഈ ഒരു ലെവലിനൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. ഇൻ എനി ചാൻസ് ഗ്യാപ്പ് അപ്പ് ഓർ ഗ്യാപ്പ് ഡൗൺ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു സെയിം ലോജിക്കിനായിരിക്കും ഞാൻ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ്. എഗെയിൻ നിഫ്റ്റി ഫിൻ സർവീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ സെയിം ചാർട്ട് തന്നെയാണ് ഓൾമോസ്റ്റ് ഇവിടെ പ്രിൻറ്റ് ചെയ്തിട്ടുള്ളത്. സോ ആസ് ഓഫ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ 580 22,580 ആണ്. ആൻഡ് ഓൺ ദ അപ്പർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് 22,700 എന്നുള്ള പോയിന്റാണ്. സോ ഈ രണ്ട് റേഞ്ചിലാണ് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാൻ പോകുന്നത്. നിഫ്റ്റി മിഡ് ക്യാപ്പിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല രീതിയിലുള്ള സെൽ ഓഫ് കാണാൻ പറ്റി. ബട്ട് നിഫ്റ്റിയുടെ അല്ലെങ്കിൽ ബാങ്ക് നിഫ്റ്റിയുടെ പോലെയല്ല, ടോട്ടലായിട്ട് റിക്കവറി വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല. സോ ആസ് ഓഫ് വാച്ച് ചെയ്യാൻ പോകുന്നത് 950 ആണ്, 11,950 ആണ്. ഓൺ ദ ലോവർ സൈഡ് 11,880 എന്നുള്ള ലെവലിലേക്ക് കൂടിയാണ്. HDFC ബാങ്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്ത ലെവലിൽ നിന്ന് ഷാർപ്പായിട്ടുള്ള അപ്പർ സൈഡിലേക്കുള്ള മൂവും ആ ഒരു ലെവലിൻ്റെ മുകളിലേക്ക് റെസിസ്റ്റൻസ് ലെവലിൻ്റെ മുകളിലേക്ക് സസ്റ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. 1660 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക. 1660 മുകളിൽ പോയി കഴിഞ്ഞാൽ ചെറിയൊരു അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം എഗെയിൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. സോ ആസ് ഓഫ് നമ്മൾ ICICI ബാങ്കിൽ വാച്ച് ചെയ്യേണ്ട ലെവൽ 1207 എന്നുള്ള ലെവലാണ്. ആ ഒരു ലെവലിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു ബൈങ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. കൊട്ടക് മഹീന്ദ്ര ബാങ്കിൽ സ്റ്റിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവലിൽ തന്നെ പ്രൊട്ടക്ട് ചെയ്തിട്ടുണ്ട്. സോ ചെറുതായിട്ട് നമുക്ക് താഴത്തേക്ക് വരക്കാം. 1890 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. 1890 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആക്സിസ് ബാങ്കിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ സ്റ്റിൽ സെയിം സ്റ്റോറിയാണ്, വീക്ക്നെസ് തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. ആൻഡ് 975 എന്നുള്ള ലെവലിൽ തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. 975ൻ്റെ മുകളിൽ വന്നാൽ മാത്രമേ ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെൻറ്റം പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് ഇൻഫിൻ TCSും അല്ലെങ്കിൽ IT സെക്ടറും മൊത്തത്തിൽ ഇന്ന് ബുള്ളിഷ് ആയിരുന്നു. ഇന്നലെ ട്രംപിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് ന്യൂസൊക്കെ നെഗറ്റീവാണ്. ബട്ട് എന്തോ സം റീസൺ ഇവിടെ നല്ലൊരു ബുള്ളിഷൻസ് നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. സോ 1845 എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യാം. 1845ൻ്റെ താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ആൻഡ് TCSലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4140 എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യാം. 4140 താഴെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു വീക്ക്നെസ് അവിടെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. റിലയൻസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബേസ് ആയിട്ട് നമ്മൾ എടുക്കേണ്ടത് 1280 എന്നുള്ള പോയിന്റ് തന്നെയാണ്. സോ ഈ ഒരു ലെവലിലേക്ക് നമുക്ക് നാളത്തേക്ക് വേണ്ടിയിട്ട് വാച്ച് ചെയ്യാവുന്നതാണ്. സോ അനാലിസിസും കാര്യങ്ങളും നമുക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ട് വിശ്വസിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്ത ദിവസങ്ങൾ വീണ്ടും കാണാം. ബൈ.